നമസ്കാരം. ബെഞ്ചമിൻ നെതന്യാഹു എന്ന പേര് ലോകരാഷ്ട്രീയത്തിൽ വിവാദങ്ങളുടെ ചൂടോടെ തന്നെ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ വീണ്ടും ശ്രദ്ധ നേടുന്നത്. പ്രോസ്റ്റേറ്റ് സംബന്ധമായ ഗുരുതര അസുഖം ബാധിച്ചതായ മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ അതൊരു വ്യക്തിയുടെ ആരോഗ്യ പ്രശ്നം എന്നതിലുപരി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതവും തീരുമാനങ്ങളും വീണ്ടും വിലയിരുത്തപ്പെടുന്ന ഘട്ടമായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി മിഡിൽ ഈസ്റ്റിൽ സംഘർഷത്തിന്റെ ചൂടുയർത്തിയ നേതാവെന്ന നിലയിൽ നെതന്യാഹുവിന്റെ പേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കടുത്ത വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളതാണ്. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. തനിക്ക് ക്യാൻസർ ബാധിച്ചിരുന്നുവെന്നും ചികിത്സിച്ച് ഭേദപ്പെടുത്തിയതായും നെതന്യാഹു വെളിപ്പെടുത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. യുദ്ധത്തിന്റെ പാരമ്യതയിൽ ഇത് പുറത്തു വരാതിരിക്കാൻ താൻ അഭ്യർത്ഥിച്ചിരുന്നുവെന്നും നെതന്യാഹു എക്സിലൂടെ വെളിപ്പെടുത്തി. യുദ്ധത്തിന്റെ മൂർധന്യാവസ്ഥയിൽ ഇത് പുറത്തു വരാതിരിക്കാൻ ഇസ്രയേലിനെതിരെ ഇറാനിയൻ ഭീകര ഭരണകൂടത്തിന് കൂടുതൽ തെറ്റായ പ്രചരണങ്ങൾ നടത്താൻ അവസരം നൽകാതിരിക്കാൻ ഞാൻ അതിന്റെ പ്രസിദ്ധീകരണം 2 മാസത്തേക്ക് മാറ്റിവെക്കാൻ അഭ്യർത്ഥിച്ചു എന്ന് നെതന്യാഹു തന്നെ എക്സിൽ കുറിച്ചു. ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും സൈനിക നടപടികൾ, നിരന്തരം ഉയർന്നു വരുന്ന മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങൾ, നിരപരാധികളായ ജനങ്ങളുടെ മരണങ്ങൾ, ഇവയെല്ലാം ചേർന്നാണ് നെതന്യാഹുവിന്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള ആഗോള ധാരണ രൂപപ്പെട്ടത്.